തറാവീഹ് നമസ്കാരത്തിലെ വജ്ഹത്ത് ഒഴിവാക്കി എന്ന കറാഹത്ത് വരാതിരിക്കാൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന ചുരുങ്ങിയ പ്രാർത്ഥനയെങ്കിലും നിർവഹിച്ചാൽ മതിയെന്ന് അവിടുത്തെ ഒരു പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഈ അടുത്ത് ഒരു സഖാഫി ഇതുമായി നടത്തിയ ഒരു പ്രതികരണത്തിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്നുള്ളത് മാത്രം കൊണ്ടുവന്നാൽ അത് വജ്ഹത്തുവിന് പകരമാകില്ലെന്നും അതുകൊണ്ട് കറാഹത്ത് ഒഴിവാവുകയില്ലെന്നും സമർത്ഥിക്കുന്നത് കണ്ടു. അദ്ദേഹം അതിന് ന്യായമായി പറയുന്നത്, ഇമാം നവവി ഈ വാചകം അദ്കാറിലും മജ്മൂഇലും ബൈഹഖിയെ തൊട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ ബൈഹഖിയിൽ മാത്രമല്ല, അദ്ദേഹം പരിശോധിച്ച 500-ലധികം ഹദീസ് ഗ്രന്ഥങ്ങളിലും ചുരുങ്ങിയ ദുആഉൽ ഇഫ്തിതാഹ് സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്നാണത്രേ ഉള്ളത്. അപ്പോൾ പിന്നെ നവവി ഇമാം പറഞ്ഞത് ഇതിലേക്ക് സൂചനാവാക്യമായിട്ടായിരിക്കും അതിൻ്റെ തുടക്കമുള്ള 2 പദം മാത്രം പറഞ്ഞു നിർത്തിയത്. ഉദാഹരണത്തിന് വജ്ഹത്ത് ഓതുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് വജ്ഹത്ത് തുടങ്ങി അവസാനം വരെയുള്ള പ്രാർത്ഥനയാണല്ലോ ഉദ്ദേശ്യം. ഈ വിശകലനത്തോട് അവിടുന്ന് എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് 500 ഹദീസിന്റെ കിതാബ് നോക്കി കണ്ടില്ല എന്നറിയാനുള്ള ഒരു തന്ത്രം മാത്രമേ ഇതിലുള്ളൂ. 500 ഹദീസ് പോയിട്ട് 100 ഹദീസിന്റെ കിതാബിന്റെ പേര് പറയാനോ അത് കണ്ടത് പറയാനോ ഈ കുട്ടികളെ കൊണ്ട് സാധിച്ചോണമെന്നില്ല. പക്ഷെ ഇതെന്താണ് ഈ പറയുന്നതെന്ന് ആലോചിക്കണ്ടേ. നമ്മളിപ്പോൾ സാധാരണ തറാവീഹ് നിസ്കാരം പോലത്തെ നിസ്കാരത്തിലാണ് ഇത് സാരം സംഭവിക്കുക. അതിൽ മാത്രമല്ല, നമ്മളെ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ഇഫ്തിതാഹിൻ്റെ ദുആ നടത്താതിരുന്നാൽ അത് കറാഹത്താകും എന്ന് പറയുന്നത് നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബുകളിലുള്ള വിവരമാണ്. ഇഫ്തിതാഹിൻ്റെ ദുആ ഒഴിവാക്കിയാൽ അത് നടത്തിയില്ലെങ്കിൽ കറാഹത്ത് വരും എന്ന്. അപ്പോൾ ഇഫ്തിതാഹിൻ്റെ ദുആ നടത്താൻ സാധാരണഗതിയിൽ നമ്മളെ നാട്ടിൽ ശീലമായിട്ടുള്ള തറാവീഹ് നിസ്കാരത്തിൽ പലപ്പോഴും മഅ്മൂമുകൾക്ക് സാധിക്കില്ല. ഇമാമും അത് പാലിക്കുന്നതായി പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. നമ്മളെ നിസ്കാരം ഇങ്ങനെ കേട്ടാൽ അറിയാലോ. അങ്ങനെ വരുന്ന സമയത്ത് അറിയുന്നവരൊക്കെ അവരുടെ നിസ്കാരത്തിൽ അത് പാലിക്കും. ഇമാമ് ഓതുന്ന നേരത്തും നമ്മൾ തക്ബീർ ചൊല്ലുന്നത് ഇമാമ് കഴിഞ്ഞിട്ട് ഇമാം ഫാത്തിഹ സൂറത്ത് ഓതുന്ന നേരമൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പൊക്കെ നമുക്ക് വജ്ഹത്ത് ഓതാനോ അല്ലെങ്കിൽ ഇഫ്തിതാഹിൻ്റെ ദുആയിൽ വാരിദായ മറ്റെന്തെങ്കിലും പൂർണ്ണമായി കൊണ്ടുവരാനോ മഅ്മൂമുകൾക്ക് സാധിക്കും. ഒറ്റക്ക് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാ നിലക്കും സാധിക്കും. അപ്പം ആ വിവരം പറഞ്ഞു കൊടുത്തുകൊണ്ട് കൂട്ടത്തിൽ തറാവീഹിൽ നമ്മുടെ സാധാരണ പതിവുള്ള ആ നിസ്കാരങ്ങളിൽ അത് കൊണ്ടുവരാൻ കഴിയാത്ത ചുറ്റുപാടുള്ളത് കൊണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് പറഞ്ഞാലും ഇഫ്തിതാഹിൻ്റെ ദുആന്റെ അടിസ്ഥാന പുണ്യം ലഭിക്കും. അതുകൊണ്ട് അപ്പോൾ കറാഹത്ത് നീങ്ങും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതൊരുപാട് ആളുകൾ പാലിക്കുന്നുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, ഇനി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക തബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് വന്നിട്ടുള്ള ആ തസ്ബീഹ് തന്നെ പൂർണ്ണമായി കൊണ്ടുവരുന്നവരാ ഞങ്ങളൊക്കെ. സാധാരണഗതിയിലെ ശീലമുള്ളവരൊക്കെ അത് കൊണ്ടുവരുന്നവരാണ്. അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കാത്ത സാധാരണക്കാർക്കും അത് എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കാത്ത പുതിയ ആളുകൾക്കും സാധാരണക്കാർക്ക് ഇപ്പം അന്ന് പറഞ്ഞു കൊടുത്താൽ വജ്ജഹത്തേ ഒരു പഠിച്ചിട്ടുള്ളൂ. വജ്ജഹത്ത് മുഴുവൻ കൊണ്ടുവരാനാണെങ്കിൽ സാധിക്കൂല, അപ്പോഴേക്ക് സ്വീപ്പാവും. അപ്പോൾ വജ്ജഹത്തു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞത് ചുരുക്കമുള്ളത്. ഞാൻ അതിലും ചുരുങ്ങിയതുണ്ട്. 500 കിതാബിൽ ഇതാ ചുരുങ്ങിയതൊന്നും കാണണ്ട. 500 കിതാബിൽ അതിലും ചുരുങ്ങിയത് ഒരുപാടുണ്ട്. റസൂലുള്ളയിൽ നിന്ന് വാരിദായ ഇഫ്തിതാഹിൻ്റെ ദുആയുടെ വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ധാരാളമുണ്ട്. അതിലേറ്റവും ചുരുങ്ങിയതുമുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക കൊണ്ട് തുടങ്ങുന്നത് ഏറ്റവും ചുരുങ്ങിയതല്ല, അതിലും ചുരുങ്ങിയതുമുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടെന്ന് നമ്മളെ കുട്ടികൾക്കും നമ്മളെ ആളുകൾക്കും സാധാരണക്കാർക്കും വേഗം കിട്ടുന്ന ഒന്ന് പറഞ്ഞാണ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. ഇത് കൊണ്ടുവന്നാൽ തന്നെ മതി എന്ന്. ഇനി ആ വാക്യം മാത്രം കൊണ്ടുവന്നാലും കിട്ടും. ഈ നേവിമാമന്റെ വാക്കിന് അത് ചുരുക്കവാക്യം പറഞ്ഞാൽ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതും നമ്മൾ പറഞ്ഞതൊക്കെ അങ്ങനെ പറഞ്ഞാൽ പോരെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ചുരുക്കവാക്യം പറഞ്ഞാൽ ചിന്തിക്കണവർക്ക് അങ്ങനെ പറയല്ലോ. നേവിമാമ പറഞ്ഞ ചുരുക്കവാക്യാണെങ്കിൽ നമ്മൾ പറഞ്ഞു ചുരുക്കവാക്യക്കാരൻ ഫുള്ളായിട്ട് പറഞ്ഞോട്ടെ എന്ന് പറയാലോ. അതിന് കാത്തു നിൽക്കാതെ നേവിമാമനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ആ നേവിമാമന്റെ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുന്നത് പോലെ നമ്മളെ വാക്കിനെ ശരി വ്യാഖ്യാനം തന്നെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിന് തുനിയാതെ പറയുന്ന ഈ ആളുകൾക്ക് വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. സൂറത്ത് ഓതുന്ന സുന്നത്ത് കിട്ടാൻ
സൂറത്തിൻ്റെ ബഅദ് കൊണ്ടുവന്നാൽ മതിയല്ലോ. സൂറത്ത് ഓതുന്ന അടിസ്ഥാന സുന്നത്ത് കിട്ടാൻ. ഇപ്പം സൂറത്ത് ഓതലും സുന്നത്ത്, ആ സൂറത്ത് ഒഴിവാക്കിയാലും വരും ഈ കറാഹത്ത്. സുന്നത്ത് നിസ്കാരത്തിലൊക്കെ പഠിക്കേണ്ടതിനെയാണിത്. അത് നമ്മൾ വളരെ ചാൻസ് കിട്ടുമ്പോൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ഉണർത്താറുണ്ട്. അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു സൂറത്തിൻ്റെ വാക്യമായി ഒരായത്തായി നമ്മൾ ഓതിയാൽ സൂറത്ത് ഓതിയ അടിസ്ഥാന സുന്നത്ത് കിട്ടും. ഇതേപോലെ ഇഫ്തിതാഹിൻ്റെ ദുആയുടെ ബഅദ് കൊണ്ടുവന്നാൽ ഇഫ്തിതാഹിൻ്റെ ദുആന്റെ അടിസ്ഥാന സുന്നത്ത് കിട്ടുന്നത് നമ്മളെ ഫിഖ്ഹിൻ്റെ കിതാബിലൊക്കെ വിവരിച്ചിട്ടുള്ളതല്ലേ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്നത് ഈ കുട്ടികൾ പഠിച്ചു പറയുന്ന ആ ലാ ഇലാഹ വയുറുക്കയിൽ അവസാനിക്കുന്ന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്നുള്ള അതിൻ്റെ തുടക്കമല്ലേ, ബഅദല്ലേ. വാസ്തവത്തിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക മുതൽ അവസാനം വരെ നബിയിൽ നിന്ന് വാരിദായതാണ് ഇഫ്തിതാഹിന്റെ ദുആ എങ്കിൽ അതിന്റെ ബഅദ് കൊണ്ടുവന്നാൽ ഇഫ്തിതാഹിന്റെ ദുആന്റെ അടിസ്ഥാന സുന്നത്ത് കിട്ടുമല്ലോ. അടിസ്ഥാന സുന്നത്ത് കിട്ടിയാൽ ഇഫ്തിതാഹിന്റെ ദുആ ഒഴിവാക്കിയില്ല എന്ന് പറയാലോ. ഇഫ്തിതാഹിന്റെ ദുആ ഒഴിവാക്കിയാലേ കറാഹത്ത് വരുള്ളൂ. ഇഫ്തിതാഹിന്റെ ദുആയുടെ അസ്ലു സുന്നത്ത് കിട്ടിയാൽ ഒഴിവാക്കലില്ല, കറാഹത്ത് ഒഴിവാകും. ഇത് മനസ്സിലാക്കിയാൽ തന്നെ സുബ്ഹാനകല്ലാഹു വബിഹംദിക എന്നുള്ള വാക്യം മാത്രം മതി നമുക്ക് അടിസ്ഥാന സുന്നത്ത് കിട്ടാനും കറാഹത്ത് ഒഴിവാക്കാനും എന്ന് പഠിക്കാം. എങ്ങനെ മനസ്സിലാക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു വാക്യം ഫാത്തിഹയുടെ ബിസ്മിയല്ല, ഒരു സൂറത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരായത്താണ് എന്നുള്ള നിലക്ക് ഓതിയാൽ തന്നെ സൂറത്തിൻ്റെ അടിസ്ഥാന സുന്നത്ത് കിട്ടും. സൂറത്ത് ഒഴിവാക്കിയ ആ ലെവൽ ഒഴിവാകും. അതേപോലെ ഇഫ്തിതാഹിന്റെ ദുആ ഒഴിവാക്കാൻ പറ്റുന്ന അസ്ലു സുന്നത്ത് കിട്ടുന്ന അടിസ്ഥാന സുന്നത്ത് ലഭ്യമാകുന്നതാണ് ഇഫ്തിതാഹിന്റെ ദുആയിൽ വാരിദായതിൻ്റെ അല്പം കൊണ്ടുവരലും. ഈ അല്പമാണല്ലോ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. അത് അല്പമാണെന്ന് എനിക്ക് കറാഹത്ത് ഒഴിവാകുമെന്ന് പഠിക്കാൻ ഇത്ര വലിയ മണ്ടൊന്നും വേണ്ട. അത് നമ്മൾ ഫിഖിന്റെ കിതാബിലൊക്കെ നോക്കിയാൽ 500-ൽ പരം പോകുന്നത് ഹദീസാ. ഫിഖിന്റെ കിതാബ് നോക്കണം, അപ്പോഴിത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഫിഖിന്റെ കിതാബ് നോക്കിയാലാണ് ഈ കറാഹത്ത് ഒഴിവാകുന്നതും സുന്നത്തുക്കും നോക്കി കിട്ടുള്ളൂ. ഇത് ഹദീസിൽ നോക്കിയതാ ബേവ്. ഹദീസും മൗലൂദും മാത്രം നോക്കിയാൽ പോരാ, ഫിഖിന്റെ കിതാബ് നോക്കിയിട്ട് വേണം ഇത് പഠിക്കാമെന്ന് ചിന്തിച്ചാൽ മതി.